പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഗാർഹിക ഉപയോഗത്തിന് വേണ്ടിയുള്ള ഗ്യാസിന്റെ വിലയും വർദ്ധിപ്പിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്തിൽ ആകമാനം ഇത് കണക്ക് വനിതകൾ വീട്ടമ്മമാർ പങ്കെടുത്തുകൊണ്ട് തെരുവുകളിൽ അടുപ്പ് കൂട്ടി സമരം സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരേടം ലോക്കൽ മേഖലയിൽ വിട്ടുവഴിയിൽ നടക്കുന്ന ഈ സമര പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി കർഷക തൊഴിലാളി യൂണിയന്റെ വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റും വിട്ടുവഴി വാർഡിലെ ജനപ്രതിനിധിയുമായ സഖാവ് ജയലേഖയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ ഈ ഗ്യാസ് പോലുള്ള സാധനങ്ങളുടെ ഗ്യാസിൻ്റെ വില വർധനവിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ വനിതകളെല്ലാം കൂടിയിരിക്കുന്നത്. നമ്മുടെ KSK-ന്റെ വനിതാ കൺവെൻഷനിൽ നമ്മളിതിനെക്കുറിച്ച് പറയുകയും അപ്പോൾ അത് സ്ത്രീകൾ തെരുവിലിറങ്ങി നമുക്ക് ഇതിനു വേണ്ടി പ്രതിഷേധിക്കണം എന്ന് പ്രത്യേകം കേരള കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ CPM-ന്റെ പാർട്ടി മെമ്പർമാർക്കും അതുപോലെ കർഷക തൊഴിലാളി യൂണിയൻ്റെ സഖാക്കൾക്കും മറ്റു പൊതുജനങ്ങൾക്കും എല്ലാ പാർട്ടി അനുഭാവർക്കും CPM ബ്രാഞ്ച് സെക്രട്ടറി പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ സുദേവൻ സഹാവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള പാർട്ടി സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഗത പ്രാസംഗികയും അധ്യക്ഷനും എല്ലാം പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് 10-11 വർഷക്കാലമായി ഈ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് നിരവധി തവണയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില എക്കാലത്തെയും ഏറ്റവും താണ വിലയിലാണ് ഇപ്പോൾ പോകുന്നത്. ആ സമയത്താണ് നിരന്തരമായി സാധാരണക്കാരായ ജനങ്ങളെ മേലിൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. നേരത്തെയെല്ലാം വലിയ വാഗ്ദാനങ്ങളാണ് പലപ്പോഴും ഈ മോഡി ഗവൺമെൻറ് കൊടുത്തത്. ഗ്യാസ് എടുക്കുന്നവർക്കെല്ലാം കൃത്യമായി സബ്സിഡി കിട്ടുമെന്നും അത് ബാങ്ക് വഴി തരുമെന്നും എല്ലാം പറഞ്ഞ് അത്യാവശ്യം വിലക്കെടുപ്പ് പോലും ഉണ്ടായിരുന്നവരെ കൊണ്ട് ഗ്യാസെല്ലാം എടുപ്പിച്ചുവെങ്കിലും ഇന്ന് നമുക്കറിയാം, ഒരാൾക്കും എങ്ങും ഗ്യാസ് ലഭിക്കുന്നില്ല. സബ്സിഡി ലഭിക്കുന്നില്ല. ഒരു ബാങ്ക് വഴിയും ഗ്യാസിൻ്റെ സബ്സിഡി ലഭിക്കുന്നില്ല. അത് നിർത്തലാക്കിയിട്ട് ഏതാണ്ട് 2 വർഷത്തിൽ കൂടുതലായി. അതുമാത്രമാണ്, ഗ്യാസ് വില വർധനവുമായി ബന്ധപ്പെട്ട് ഈ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് BJPയുടെ നേതൃത്വത്തിലുള്ള കുമ്മനമടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ കാളവണ്ടി സമരം, യുവമോർച്ചയുടെ സമരം, മഹിളാ മോർച്ചയുടെ സമരം. നമുക്കറിയാം, നമ്മളെ മഹിളാ മോർച്ചയുടെ ഒരു നേതാവുണ്ടല്ലോ, ശശികല അല്ലല്ലോ, ശോഭാ സുരേന്ദ്രനൊക്കെ പറഞ്ഞത് അടുക്കളയിൽ പെണ്ണുങ്ങളുടെ കാര്യമെല്ലാം അങ്ങേയറ്റം ദുരിതമാണ്, അങ്ങേയറ്റം കഷ്ടമാണ്. ഇങ്ങനെ വില വർദ്ധിച്ചാൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? അടുപ്പിൽ തീ പുകയത്തില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് കക്കൂസ് കാലിയാണ് എന്നെല്ലാം ഉള്ള പ്രചരണങ്ങളായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അവരൊന്നും കാണാനില്ല. ഈ മഹിളാ മോർച്ചയൊക്കെ ഇപ്പം മാറി മഹിളാ മോർച്ചയായെന്നാണ് എനിക്ക് സംശയം. എന്ന് പറയുമ്പോൾ അനക്കമില്ല. ആ രീതിയിൽ അവരുടെ ഭരണം ജനങ്ങളെ അങ്ങേയറ്റം കൊള്ളയടിക്കുക. അതുമാത്രമാണ്, ജാതിയുടെയും വർഗീയതയുടെയും എല്ലാം പേരിൽ തമ്മിൽ തല്ലിപ്പിക്കുക. ഇന്ന് തന്നെ നമുക്കറിയാം, പാലക്കാട് നഗരസഭയിൽ ഒരു തീരുമാനമെടുത്തു. ഈ അംഗപരിമിതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ പാലക്കാട് നഗരസഭ ഒരു ബിൽഡിങ് പണിഞ്ഞിട്ട് അതിൽ ഹെഡ്ഡേവാറിൻ്റെ പേരിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഹെഡ്ഡേവാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, RSSകാരനായി ജനിച്ച് RSSകാരനായി മരിച്ചു എന്നുള്ളതിനപ്പുറം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാട്ടിന് യാതൊരു ഗുണവും ഉണ്ടാക്കാത്ത